ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് ആവശ്യമായ സാധനങ്ങൾ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുരുമുളക്, മല്ലി, തക്കാളി, വേപ്പില, പുളി ഒരു 5-6 കുരുപുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. പിഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടോ. നമുക്ക് എന്നാൽ രസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മല്ലി നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇഞ്ചിയും ചതച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചതച്ചെടുക്കാം. ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം കായ, LG കായാണ് കേട്ടോ. ഇതാണ് ചേർത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയ ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി വറ്റൽമുളക് ഇല്ലേ, അതും 2 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 2 തണ്ട് വേപ്പിൽ, ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതേമാതിരി കുരുമുളകും മല്ലിയും ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് 1 ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു 1/2 കപ്പാണ് പുളി വെള്ളം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല തിളച്ച് വരട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ നന്നായി തിളച്ചോട്ടെ കേട്ടോ. തിളപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ, തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റായ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രസത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ അത്. കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ ആർക്കാണെങ്കിൽ ഇഷ്ടമാവും കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തന്നാർന്ന രസമാണ്. ഞാൻ ചെറിയതാവുമ്പോൾ കുട്ടികളാവുമ്പോൾ ഉണ്ടാക്കി തന്നാർന്ന രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ രസമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ല മണമാണ്, നല്ല ടേസ്റ്റുള്ള മണമാണ് വരുന്നത്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ.